മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ KM എബ്രഹാമിന് CBI കുരുക്ക്. കൊച്ചി CBI യൂണിറ്റാണ് കേസെടുത്തത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് കേസെടുത്തത്. സജോ ദേവസ്യയും R റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ ദേവസ്യ, KM എബ്രഹാം ഒരു കുരുക്കഴിക്കുമ്പോൾ അടുത്ത കുരുക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണോ? നിലവിലത്തെ നീക്കങ്ങൾ CBI നടത്തുന്നത് എങ്ങനെയാണ് സജോ? സുജയ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ ഉള്ള അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി നേരത്തെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അതിൽ പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. അതിന് പിന്നാലെ തന്നെ CBI കൊച്ചി യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് FIR എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം CBI കോടതിയിൽ ഈ FIR സമർപ്പിക്കും. തുടർ അന്വേഷണത്തിലേക്ക് പോകും. അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം അഥവാ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച നിരവധി പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നു. അത് ചൂണ്ടിക്കാണിച്ചാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ കോടതിയെ സമീപിച്ചത്. ഒടുവിലാണ് ഈ കാര്യത്തിൽ KM എബ്രഹാമിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടുള്ള നിലപാട് കോടതിയിൽ നിന്ന് കൂടി പുറത്തു വന്നത്. ഇനിയിപ്പോൾ വിശദ പരിശോധനയിലേക്ക് പോകും. ഈ കാര്യത്തിൽ നേരത്തെ KM എബ്രഹാം വിശദീകരിക്കാൻ ശ്രമിച്ചത് പുറത്തെന്തെങ്കിലും വിശദീകരണം നൽകിയെങ്കിലും തന്നെ കുരുക്കിയതാണ് അല്ലെങ്കിൽ ആസൂത്രിതമായ നീക്കമാണ് എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ CBIയുടെ തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കാര്യങ്ങൾ CBIക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. അതായത് അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് തുടങ്ങിയ പുതിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിൽ ഇവയടക്കമുള്ള കാര്യങ്ങളിൽ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടന്നു. സുപ്രധാനമായ ചുമതലയിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന നിലയിലൊക്കെ തുടരുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. ഏതെങ്കിലും നിലയ്ക്ക് ആ പദവികളിൽ നിന്ന് മാറി നിൽക്കുകയോ അത്തരം നീക്കങ്ങളിലേക്ക് ഒന്നും പോയില്ല. അല്ലെങ്കിൽ ഇതുവരെ മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ അദ്ദേഹത്തെ കൈവിടാനോ തയ്യാറായിട്ടുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ CBI അന്വേഷണത്തിന്റെ കൂടുതൽ കടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ അതിനു മുന്നിലേക്ക് KM എബ്രഹാമിന് പോകേണ്ടി വരുന്നു. സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്നു. കാരണം മുഖ്യമന്ത്രി ഏറ്റവും പല കാര്യങ്ങളിലും അതായത് കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിൽ അഡ്വൈസറുടെ റോളിൽ അങ്ങനെ പല രീതിയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന നിലയ്ക്ക് ഭരണതലത്തിൽ ഇടപെടലുകൾ നടത്തുന്ന ആൾ കൂടിയാണ്. അങ്ങനെ ഒരാൾ CBIയുടെ അന്വേഷണം അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ വേഗത്തിൽ തന്നെ FIRലേക്ക് പോകുന്നു. ഉത്തരവുണ്ടായെങ്കിലും കേസ് ഏറ്റെടുത്ത് നടപടികളിലേക്കൊക്കെ കടക്കുക സാധാരണഗതിയിൽ അതിൻ്റെതായ സമയക്രമം പാലിച്ചാണ്. പക്ഷേ ഇതിൽ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് CBI പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ അത് കോടതിയിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ നേരിട്ടുള്ള അന്വേഷണം, മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, നേരിട്ട് ലൊക്കേഷൻ പരിശോധന, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനിയിപ്പോൾ CBIക്ക് പോകാൻ കഴിയും. അത്തരം നടപടികളിലേക്ക് പോകുന്നു. അത് KM എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്ക് ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ ഈ കാര്യത്തിന്മേൽ അപ്പീൽ സാധ്യത ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതും നിയമപരമായി ഇനി അത്ര എളുപ്പം KM എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാക്കുക സാധ്യമല്ല എന്ന് ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും അത്തരം നടപടികളിലേക്ക് വളരെ വേഗത്തിൽ CBI കടക്കുന്നു. ഇനിയിപ്പോൾ തുടർ നടപടികൾ എന്ന നിലയ്ക്ക് വിളിപ്പിക്കുക, നോട്ടീസ് നൽകി വിളിപ്പിക്കുക, അത്തരം നടപടികളിലേക്കൊക്കെ കടക്കാൻ കഴിയും. ഒപ്പം നേരിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കാൻ കഴിയും. അതിനെ എങ്ങനെ KM എബ്രഹാം നേരിടുന്നു, സർക്കാർ അതിനെ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായും രാഷ്ട്രീയമായും KM എബ്രഹാമിന് വ്യക്തിപരമായും ഒപ്പം സർക്കാരിനെ സംബന്ധിച്ച് നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ആ നടപടികളിലേക്ക് കടക്കുന്നു. അതിന്റെ പ്രാരംഭ നടപടിയാണ് ഇപ്പോൾ CBI കൊച്ചി യൂണിറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ CBI കേസെടുത്തതിന്റെ വിവരങ്ങളാണ് സജോ ദേവസ്യ പങ്കുവച്ചത്. നമുക്ക് R റോഷിപാലിലേക്ക് കൂടി പോകാം. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇതെങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന പ്രതികരണമാണ് കഴിഞ്ഞ ആഴ്ച KM എബ്രഹാം നടത്തിയത്. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, അത് അനധികൃത സ്വത്ത് സമ്പാദനമാണ് എന്ന രീതിയിലുള്ള കേസിലേക്ക് എത്തുമ്പോൾ പിണറായി സർക്കാരിന് മുൻപ് UDF സർക്കാർ ഇരുന്ന കാലയളവിലാണ് ഇത് നടന്നത് എന്നതുകൂടി വെച്ച് നോക്കുമ്പോൾ സർക്കാരിന് ഇതിനെ തള്ളണോ കൊള്ളണോ, അതൊരു ആശയക്കുഴപ്പത്തിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുമോ റോഷിപാൽ? സുജയ പാർവതി, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിക്ക് പുറമെ കിഫ്ബിയുടെ CEO പദവിയിൽ കൂടി KM എബ്രഹാം തുടരുന്നുണ്ട്. നേരത്തെ സർക്കാർ KM എബ്രഹാം തുടരട്ടെ എന്ന അഭിപ്രായമാണ് സ്വീകരിച്ചത്. ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയപ്പോൾ പോലും അതിനുശേഷമാണ് KM എബ്രഹാം ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെയും ഒപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിനെതിരെയൊക്കെ ഉയർത്തിയത്. ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയടക്കം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു പരാതി അടക്കം നൽകിയിരുന്നു. അതിൽ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അടക്കം പുറത്തുവിട്ടിരുന്നു. പക്ഷേ 2017 തുടങ്ങിയതാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ
ഈ കെ എം എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം. അതിൽ ഹൈക്കോടതി വിധിയിൽ രൂക്ഷമായ വിമർശനം വിജിലൻസിന് അടക്കം എതിരെ ഉണ്ടായിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാമിനെതിരെ ഈ വിജിലൻസ് നടത്തിയ അന്വേഷണം അത് കൃത്യമായിരുന്നില്ല. അത് അതേപോലെ തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്ന അടക്കമുള്ള കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. മുംബൈയിലും ഒപ്പം കൊല്ലത്തും തിരുവനന്തപുരത്ത് അടക്കമുള്ള ഫ്ളാറ്റുകൾ അനധികൃതമായ പണം സമ്പാദിച്ച് നിർമ്മിച്ചതാണ് എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കോടതിയിൽ ഉന്നയിച്ചത്. അതായത് റോഷിപാൽ, അതിന്റെ തുക കൂടി നമ്മൾ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന 2015 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മുംബൈയിലും തിരുവനന്തപുരത്തും 3-1 കോടി രൂപ മൂല്യമുള്ള ഫ്ളാറ്റുകൾ, കൊല്ലത്ത് 8 കോടി രൂപ മൂല്യമുള്ള ഷോപ്പിംഗ് മാൾ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ആസ്തി എത്രയാണ്, ബാധ്യത എത്രയാണ് എന്നൊക്കെയുള്ള സ്ഥിതിവിവര കണക്ക് കൊടുക്കണ്ടേ? ആ കണക്ക് പോലും കൊടുക്കാതെയല്ലേ കെ എം എബ്രഹാം ഇപ്പോഴും വലിയ വലിയ പദവികളിൽ തുടരുന്നത്? റോഷിപാൽ, സുജയ പാർവതി, അത് കൃത്യമാണ്. കാരണം ഇത്രയും കോടി രൂപ ചിലവഴിക്കാൻ ഏത് വഴിയിലാണ് കെ എം എബ്രഹാം എന്ന ആ ഉദ്യോഗസ്ഥന് പണം ലഭിച്ചത് എന്ന ചോദ്യമാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ കോടതിയിൽ ഉയർത്തിയത്. അത് കോടതി അംഗീകരിക്കുന്ന രീതിയിലാണ് CBI അന്വേഷിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതായാലും കൊല്ലത്തെ കെട്ടിടമടക്കം വ്യാപാര സമുച്ചയത്തിനടക്കം പണം ചെലവഴിച്ചില്ലെന്ന കെ എം എബ്രഹാമിന്റെ വാദം പൂർണ്ണമായി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഭാര്യയുടെ അക്കൗണ്ട് വഴി പണം ചെലവഴിച്ചെന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരത്തെ വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അത് കൃത്യമായി ഇടപെടലുണ്ടായി എന്നടക്കമുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ വാദം ശരിവെക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനാകുന്നതും ഒടുവിൽ CBI അന്വേഷണം അതിൽ തുടങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു അഴിമതി സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ ഭാഗമായ കെ എം എബ്രഹാമിനെ ഈ പദവിയിൽ നിന്നും പുറത്താക്കുമോ എന്ന ചോദ്യമാണ്. നേരത്തെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ സെബിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ കെ എം എബ്രഹാമിനെതിരെ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ അതിനുശേഷമാണ് ഇതിനിടയിൽ റോഷിപാൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ടല്ലോ. ഗൂഢാലോചന സിദ്ധാന്തവും ഇതിനിടയിൽ നിൽക്കുകയാണ്. കെ എം എബ്രഹാം പറയുന്നു ജോമോൻ പുത്തൻപുരയ്ക്കൽ ഗൂഢാലോചന നടത്തിയതാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു. ഗൂഢാലോചന നടത്തിയത് കെ എം എബ്രഹാം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജോമോൻ പുത്തൻപുരയ്ക്കലും സമീപിക്കുന്നു. അതും മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിൽക്കുകയല്ലേ റോഷിപാൽ? സുജയ, ഹൈക്കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് കെ എം എബ്രഹാം കിഫ്ബിയിലെ ജീവനക്കാർക്ക് ഒരു വലിയ കത്ത് എഴുതിയത്. ആ ദീർഘമായ കത്തിൽ കൃത്യമായി ഇങ്ങനെ ഒരു ആരോപണം, താൻ തെറ്റുകാരനല്ല, തൻ്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളൊക്കെ അടക്കം കോടതിയിൽ സമർപ്പിച്ചെങ്കിൽ അത് പരിശോധിച്ചില്ല, കോടതിയെപ്പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആണ് അങ്ങനെ ഒരു കത്ത് നൽകിയത്. അങ്ങനെ ഒരു കത്ത് ജീവനക്കാർക്ക് നൽകിയതിന് പിന്നാലെ തന്നെ പിന്നീട് മുഖ്യമന്ത്രിക്ക് ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചനയിൽ ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതിയും സമർപ്പിക്കുകയുണ്ടായി. ആ പരാതിയിൽ നടപടിയുണ്ടായില്ല. ആ പരാതിക്ക് തൊട്ടു പിന്നാലെയാണ് ഈ ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ മറ്റൊരു പരാതി നൽകിയത്. ഏതായാലും ഇനി പ്രതികരണങ്ങളാണ് നമുക്ക് വേണ്ടത്. CBI കൊച്ചി യൂണിറ്റ് കേസെടുത്തിരിക്കുകയാണ്. കെ എം എബ്രഹാമിന്, മുഖ്യമന്ത്രിക്ക്, സർക്കാരിന് ഒക്കെ ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണ്? അന്ന് ഭരിച്ചിരുന്ന UDFന്റെ ഭാഗമായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതും അറിയാൻ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു റോഷിപാൽ.